ഹായ് ഫ്രണ്ട്സ്, വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ പരിചയപ്പെടുത്തണമെന്നല്ല നിങ്ങൾ പറയാറുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫ്ലോട്ടിംഗ് ഹോമാണ്. അതായത് വീടിന് ചുറ്റും വെള്ളം നിറച്ച് വെച്ച് വീട് അതിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള വെറൈറ്റി വീട്. ഈ വീടിൻ്റെ എല്ലാ ഏരിയകളും നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ടേജിനെ മുഴുവനായിട്ട് ഇതുപോലെ വെള്ളം കവർ ചെയ്തിരിക്കുകയാണ്. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ പാസേജിന് താഴെയൂടെ വന്നിട്ട് ഇപ്പുറത്തേക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതായത് ഈ കാണുന്ന വീട് ഫ്ലോട്ടിംഗ് ആയി നിൽക്കുന്ന രീതിയിൽ ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വുഡനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ മെയിൻ ഡോറിൻ്റെ ഗ്രാൻഡ് ഫീലിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്ന വുഡൻ ഷെയ്ഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത്. വീടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഏരിയയിൽ ഫ്രണ്ടിൽ ഒരു സിറ്റ് ഔട്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഒഴിവാക്കിയിട്ട് ഇതുപോലൊരു സിറ്റിംഗ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരു ഗാർഡനിലൊക്കെ ഇരിക്കുന്നത് പോലെയുള്ള ഒരു സിറ്റിങ്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ്. ഗ്രാനൈറ്റ് ബോർഡറിൽ സെൻറ്ററിൽ മൊറോക്കൻ ടൈലും കൂടെ കൊടുത്തപ്പോൾ ഈ ഒരു ഏരിയ അടിപൊളിയായി. മേലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ലാബ് നേരെ കണ്ടിന്യൂ ചെയ്ത് കാർ പോർച്ചിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ അവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസൈൻ നിൽക്കുന്നുണ്ട്. അതുപോലെ അതിനെ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്ക് വരുന്നു. അതിൽ നിന്ന് മെറ്റീരിയൽ ആയിട്ടുള്ള പെർഗോള റൂഫ് കൊടുത്തു. ഇവിടെ കുറേ പ്ലാന്റുകൾ കൊടുത്തു. നമുക്ക് ആ ഒരു ഗാർഡൻ ഏരിയ നിന്ന് നോക്കുകയാണെങ്കിൽ അവിടെ എക്സ്ട്രാ ഒരു സിറ്റിങ്ങും കൂടെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടോ. ഈ രീതിയിലൊക്കെയാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഏജിനെ ഡിഫറെൻ്റ് ആക്കിയിരിക്കുന്നത്. സാധാരണ വീട്ടിൽ നമ്മൾ കയറുമ്പോൾ ഒരു സിറ്റ് ഔട്ട് ലിവിങ് ആ ഒരു കൺസെപ്റ്റേ അല്ല. ഇതൊരു ഫ്ലോട്ടിങ് ഹോം ആയതുകൊണ്ട് അതിലേക്ക് ഈ ഒരു സിറ്റ് ഔട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ എക്സ്ട്രാ ഇതുപോലുള്ള കുറച്ച് കോളംസ് വേണം. ആ കോളംസ് എല്ലാം റൗണ്ട് ഷെയ്ഡിൽ ടെക്സ്ചർ പെയിൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഗാർഡൻ സ്പേസിൽ നിന്ന് ഈ ഒരു പോണ്ട് സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ അകത്തുനിന്നും വ്യൂ കൂടെ കിട്ടുന്ന രീതിയിൽ വലിയ ഗ്ലാസ് വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഗ്ലാസ് വിൻഡോയിലൂടെയാണ് നമുക്ക് പുറത്തേയുള്ള ആംബിയൻസ് ഫീൽ ചെയ്യാൻ പറ്റുക. ഇതുപോലുള്ള വെറൈറ്റി വീടുകൾ നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒക്കെ പറയാം കേട്ടോ. വീടിൻ്റെ എക്സ്റ്റീരിയറിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഓട്ടോമേഷൻ ചെയ്ത ഗേറ്റിലൂടെ എൻ്റർ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു വീടിൻ്റെ ആംബിയൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ വീടിൻ്റെ ഡിസൈൻ ഒന്നുകൂടി വ്യത്യസ്തമാണ്. നമുക്ക് സാധാരണ ഒരു എക്സ്റ്റീരിയർ ഇന്ന രീതിയിലാണെന്ന് പറയാമെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരുപാട് കോളം ഡിസൈൻ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുന്നു നമ്മൾ സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതുപോലെ മേലെ വരുന്ന ഷെയ്ഡുകളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും വുഡൻ ആയിട്ടുള്ള സോഫിറ്റ് പാനലുകൾ. അതൊന്നുകൂടെ അട്രാക്റ്റീവാണ്. അതിൽ ബേജ് ഗ്രേ ടച്ചുള്ള ടെക്സ്ചർ പെയിൻറ്റ് ഡിസൈനും അതിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ കാർ പോർച്ചിനെ സെപ്പറേറ്റ് ചെയ്ത് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഫ്ലോറിൽ നമുക്ക് കാണാൻ പറ്റുന്നതെല്ലാം കോബിൾ സ്റ്റോണുകളാണ് കേട്ടോ. അതുപോലെ ഈ സൈഡിൽ നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തു. അതുപോലെ ഒരു ബോൺസായി ട്രീ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ലൈറ്റുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗാർഡൻ ഈ സൈഡിൽ വന്നു. ഈ ഒരു വീടും ഈ ഒരു കാർപ്പറ്റും സെപ്പറേഷൻ ചെയ്യുന്ന രീതിയിൽ ഒരു യു ഷേപ്പ് എലമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. ഈ ഒരു സൈഡിലും ഒരുപാട് ഇൻ്റർലോക്കും നാച്ചുറൽ പ്ലാന്റ്സും നിറച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു വീടിൻ്റെ ഈ ഒരു സൈഡിലാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമ്മൾ പോണ്ട് ഡിസൈൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നത്. അത് ഈ ഒരു ഏരിയയിലൂടെ നമുക്ക് നേരിട്ട് പോയി വാക്ക് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്. ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും എലിവേറ്റഡ് ആയിട്ടുള്ള പോർഷനായിട്ടുള്ള വന്നിരിക്കുന്നത്. ഇതിനകത്ത് കോളം തൂണുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എൽ ഷേപ്പ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിനെ ഒരു കാൻഡിലീവർ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. വീടിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നേരെ നല്ലൊരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് സീലിങ്ങുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതൊരു പാസേജിൻ്റെ സ്റ്റൈലിൽ തന്നെ വുഡൻ ബീഡിങ് കൊടുത്തു. മൾട്ടി വുഡിലൊരു സീലിംഗ് അറ്റാച്ച് ചെയ്ത്. എന്നാൽ നമുക്ക് നേരെ ലിവിങ്ങിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന രീതിയിൽ ഒരു ഫർണിച്ചർ സെറ്റിങ്സും അതേപോലെ ഫ്ലോർ സെറ്റിങ്സാണ് അവിടെ ചെയ്തിട്ടുള്ളത്. നേരത്തെ കണ്ട ഇറ്റാലിയൻ മാർബിളിൽ നിന്ന് മാറി ഇങ്ങോട്ട് വരുമ്പോൾ വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇത് നേരെ 45-ൽ നല്ല അടിപൊളി ബുക്ക് മാച്ച് സെറ്റിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ഗ്രേ കളറിലുള്ള നല്ല പഫി ആയിട്ടുള്ള ഒരു കാർപ്പറ്റാണ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള സെൻറ്റർ ടേബിൾ ചെയ്തു. അതുപോലെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കുഷനോട് കൂടിയ ലെതർ സോഫകൾ 2 കൊടുത്തു. അതുപോലെ വോളിൽ നോക്കുകയാണെങ്കിൽ ടെക്സ്ചർ പെയിൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഗ്രേ സ്കീമിലാണ് ഈ വീടിൻ്റെ ഡിസൈനുകളൊക്കെ വന്നിട്ടുള്ളത്. അതിലേക്ക് ഈ വുഡൻ കളറ് ഡാർക്ക് വുഡ് കളറ് നല്ല മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ നല്ലൊരു ആർട്ട് വർക്ക് ചെയ്തു. അതുപോലെ ഒരു കൺസോൾ ടേബിൾ ചെയ്തു. വലിയ കേർട്ടൻസ്, കാരണം ഈ ഒരു ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന പ്ലേറ്റഡ് കേർട്ടൻസ് ഷിയർ രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്.
ആവശ്യത്തിനുള്ള വെളിച്ചം കിട്ടും. ഈ ഒരു വീട്ടിൽ വെളിച്ചം മാക്സിമം കിട്ടുന്നതിന് ഇത് മൂവ് ചെയ്താൽ തന്നെ മതിയാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നല്ലൊരു ഷേപ്പുകൾ കാണാം. ഇത് PU സ്റ്റോണിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം നാജിമിൻ്റെ വർക്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഡിസൈൻ ഐഡിയാസ് കാണാറുണ്ട്. അത് ഈ ലിവിങ്ങിലും കൂടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു വീടിൻ്റെ ഡിസൈൻ പോലെയല്ല ഇവിടെ കാണുന്നത് ഒന്നും. ഈ കാണുന്ന ഏരിയയിലേക്ക് ലൈറ്റ് കിട്ടുന്നതിന് നല്ല ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു അടിപൊളി ഷാൻഡിലിയറും നല്ല ആക്സസറീസും ആവോളം ഈ ഒരു ഏരിയയിലുണ്ട്. പൂർണ്ണമായിട്ടും ഓപ്പൺ സ്പേസ് പോലെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. നമുക്ക് ലിവിങ് ആണെങ്കിലും ഫാമിലി ഏരിയ ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും ഒക്കെ കണക്റ്റഡ് ആണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ഏരിയ ആണ്. ഫാമിലി ഏരിയയിൽ 2 സോഫകൾ സെപ്പറേഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ബ്രൗൺ കാർപ്പറ്റ് കൊടുത്തു. അതുപോലെ ഈ ഒരു ഏരിയ നല്ല വലിയ വിൻഡോകൾ വരുന്ന ഏരിയ ആണ്. ഇവിടെ ഷിയറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആക്സസറീസും പ്ലാന്റർ ബോക്സും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്ന ആർട്ട് വർക്കുകൾക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പാനലുകൾ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വലിയൊരു TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഹാൻഡ് റെയിലുകൾ സ്റ്റെയറിന് മാച്ച് ചെയ്യിച്ച് വുഡൻ കളറിൽ കൊണ്ടുവന്നപ്പോൾ ഇത് സ്പെയറിക്കൽ ഷെയ്ഡിൽ, പലപ്പോഴും നമുക്കറിയാം സ്ക്വയർ ആയിട്ടുള്ള കൊടുക്കുമ്പോൾ നമുക്ക് ഹാൻഡ് ഗ്രാബ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. വലിയൊരു സ്റ്റെയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മേലെ നല്ല ലൈറ്റുകൾ കാണാം. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ മെറ്റൽ സ്റ്റെയർ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ലൊരു ഗ്രാൻഡ് ആംബിയൻസ്, ഒരു 1:20 സൈസൊക്കെ ഇതിന് വിടുത്തും കൂടെ വന്നപ്പോൾ ആൾക്കാർക്ക് ഈസി ആയിട്ട് നടന്ന് കയറാൻ പറ്റും. അതുപോലെ ഇവിടെ വലിയ ഗ്രാൻഡ് ആയിട്ടുള്ളൊരു വാഷ് ബേസിൻ ഏരിയ കാണാം. നല്ലൊരു കൗണ്ടർ ടോപ്പ് നമുക്കറിയാം ഫുൾ ബോഡി ലപ്പോത്രയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗ്രേ കളറിലെ കൗണ്ടർ യൂണിറ്റും അപ്പറിൽ നല്ലൊരു വാഷ് ബേസിന് കൂടെ കൊടുത്തപ്പോൾ ഈ ഒരു ഏരിയയും അടിപൊളിയായി. ഇവിടെ ഒരു ഫ്ലൂട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് ഒരു പ്രൈവസി കൂടി കിട്ടുന്ന രീതിയിൽ വാഷ് ഏരിയയിലേക്ക് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിലേക്ക് വന്നപ്പോൾ ഇതാ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ആണ്. സീലിംഗിൽ നിന്ന് വുഡൻ ആയിട്ടുള്ള ഒരു ബോർഡറിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തു. നമുക്കറിയാം പലപ്പോഴും COB ലൈറ്റ്സ് കൊടുക്കുമ്പോൾ ഫേസിലേക്ക് ആവശ്യത്തിന് ലൈറ്റ് കിട്ടില്ല. പക്ഷേ കറക്റ്റ് പ്ലേസ് ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ പ്ലേറ്റിലേക്കൊക്കെ നല്ല ലൈറ്റുകൾ തന്നെ കിട്ടും. ഇവിടെ കൊടുത്തിരിക്കുന്നത് 8 പേർക്ക് ഭംഗിയായിട്ട് ഡൈൻ ചെയ്യാനുള്ള ഒരു ഡൈനിങ് ടേബിളാണ്. ടേബിൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫിനിഷിലാണ് കാണുന്നത്. സാധാരണ മാർബിൾ ടോപ്പൊക്കെ കാണുമ്പോൾ ഇതിനകത്തൊരു ലെപ്പോത്ര ഫീൽ കിട്ടുന്ന ഇറ്റാലിയൻ മാർബിളാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതിന് മാച്ച് ചെയ്യുന്ന ഒരു ലെഗും അതുപോലെ മാച്ച് ചെയ്യുന്ന ചെയേഴ്സുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നല്ലൊരു സിറ്റിംഗ് വന്നിരിക്കുകയാണ്. നല്ല ഒരു ഓപ്പൺ സ്പേസിൽ നമുക്കൊരു കംഫർട്ടായിട്ട് ഒരാൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് വൈബ് കിട്ടുന്ന രീതിയിലൊരു പ്ലേസാണ്. പുറമേക്ക് നമുക്ക് ഇവിടുന്ന് നേരെ എൻ്റർ ചെയ്യാൻ പറ്റും. എല്ലാം അലൂമിനിയം വിൻഡോസാണ്, സ്ലൈഡിങ് വിൻഡോസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി എക്സ്ട്രാ വരുന്നത് നമുക്ക് ബെഡ്റൂമുകളാണല്ലോ. അടിപൊളി ഒരു ബെഡ്റൂമിലാട്ടോ വന്നിരിക്കുന്നത്. എന്താല്ലേ സ്പേസ്, ഏകദേശം 480 450 സൈസാണ് ഇതിന് വന്നിരിക്കുന്നത്. ബെഡ്റൂമിൽ നല്ലൊരു സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ ഒരു ആംബിയൻസ് കിട്ടണമെങ്കിൽ നേരെ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു വാളിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെന്നാണ്. ആർക്കിടെക്റ്റ് ഈ വാളിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ ഡിസൈൻ ചെയ്ത് അതിനകത്ത് ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഭംഗി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബെഡ് കോട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കളർ കോമ്പിനേഷനാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് എന്ന് പറയണം ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്. അതുപോലെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൈറ്റ് സെറ്റിങ്സ് ആണ് സീലിങ്ങിലും അതുപോലെ ഫ്ലോറിലേക്കും വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഈ വീട്ടിലെ എല്ലാ ഡോറുകളും ഡിസൈൻ ചെയ്ത ഈ ഒരു തീമിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ഓരോ പോയിൻറ്റ്സും ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആർക്കിടെക്റ്റ്. ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലാണ്. ഏറ്റവും നല്ല രീതിയിൽ ആംബിയൻസ് ആണ്. അതുപോലെ എല്ലായിടത്തും നല്ലൊരു കറങ്ങുന്ന ചെയർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഏരിയയിൽ കണ്ടില്ലേ ബെഡ്റൂമിൻ്റെ ഡിസൈൻ നേരെ ഈ ഒരു ലൈനിനെ നേരെ കണ്ടിന്യൂ ചെയ്ത് എൽ ഷേപ്പിലേക്ക് സീലിങ്ങിലേക്ക് പോകുന്ന രീതിയിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അതിലെടുത്ത് പറയേണ്ടത് ഈ ഒരു കാർപ്പറ്റ് ഡിസൈനാണ്. നമുക്ക് ഈ ഒരു സീറ്റിന് മാച്ച് ചെയ്യുന്ന രീതിയിലെ കാർപ്പറ്റ്, ആ കാർപ്പറ്റിന് മാച്ച് ചെയ്യുന്ന ബെഡ്ഷീറ്റ്, ആ ബെഡ്ഷീറ്റിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പില്ലോസ്, അതുപോലെ ഹെഡ് ബോർഡ്, ഹെഡ് വാള്. അതാണ് ഈ ഒരു ഡിസൈൻ്റെ പ്രത്യേകത കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ വാൾ പേപ്പർ ആണ് സെറ്റ് ചെയ്തതെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് PVC ബോർഡിനെ CNC ചെയ്ത് ഇതുപോലെ പാനലാക്കി എടുത്തിരിക്കുകയാണ്. അതിന് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ LED സ്ട്രിപ്പ് പോലെ നമുക്ക് മേലെ കാണാം. അതുപോലെ വലിയ കേർട്ടൻസ് ഇവിടെയും കൊടുത്തിരിക്കുകയാണ്. വലിയ വിൻഡോസാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലെല്ലാം ഗ്രേ കളറിലെ ഇറ്റാലിയൻ മാർബിളാണ്. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പെയിൻറ്റ് സ്കീമാണ്. അതുപോലെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വാർഡ്രോബാണ്.
പിന്നെ എല്ലാം അറ്റാച്ച്ഡ് ടോയ്ലറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ സാധാരണ ഡോർ കൊടുക്കുന്നതിന് പകരം ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വലിയ ടോയ്ലറ്റുകൾ ഈ വീട്ടിലെ എല്ലാ റൂമിലും നമുക്ക് കാണാൻ പറ്റും. അത് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈനും വന്നിരിക്കുന്നത്. ഒരു അടിപൊളി കിച്ചൺ തന്നെയാണ് ഈ വീട്ടിലെ കിച്ചൺ. ലോങ് ആയിട്ടുള്ള ഒരു കിച്ചണിനെ നല്ല രീതിയിൽ ക്യാബിനറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുകയാണ്. ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ഐലൻഡിനെയാണ്. ഐലൻഡിൽ നമുക്കിത് കണ്ടിന്യൂറ്റി കിട്ടുന്ന രീതിയിൽ നല്ല ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് എന്ത് തരം കൗണ്ടർ ടോപ്പാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ തന്നെയാണ് ഇതിൻ്റെ ഫിനിഷാണ്. സാറ്റിൻ ടൈലിനെ 45 കട്ട് ചെയ്താണ് ഈ ഒരു ഭംഗി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടിന്യൂറ്റി കണ്ടില്ലേ, എന്തായാലും ഫീല് ഒരു ഇറ്റാലിയൻ മാർബിൾ ഫീൽ തന്നെയാണ്. ഫ്ലോറിൽ ഇറ്റാലിയൻ മാർബിൾ ആണ് കൊടുത്തതെങ്കിൽ അതിന് ഏറ്റവും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കൗണ്ടർ ടോപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ ഒരു ഭാഗത്ത് മാക്സിമം യൂണിറ്റ് കൊടുത്തു. ഈ ഒരു ഭാഗത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ അകത്തേക്ക് ലൂവർ കൊടുത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് നല്ല ലൈറ്റും കൂടെ കൊടുത്തപ്പോൾ ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ തന്നെയായി. അതുപോലെ തന്നെ കിച്ചൺ എടുത്ത് പറയേണ്ട യൂണിറ്റുകളാണ്. ഇതേ ഒരു കൗണ്ടർ ടോപ്പ് തന്നെയാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. റെഫ്രിജറേറ്റർ ഇവിടെ വന്നു, അതിലേക്ക് ഓവൻ കാര്യങ്ങൾ ഇവിടെ വന്നു, അതുപോലെ മിക്സി ഹൈഡ് ചെയ്യാനുള്ള ഷട്ടേഴ്സ് ഇവിടെ വന്നു. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരുപാട് യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ക്രോക്കറി ഷെൽഫ് കൊടുത്തു, ടോൾ യൂണിറ്റ് കൊടുത്തു. ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് PVC ബോർഡ് കൊണ്ടാണ് കിച്ചൺ മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ അക്രലിക്കിൻ്റെ ഫിനിഷിലാണ് ഇതിൻ്റെ ലാമിനേറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നപ്പോൾ ഇത് കാണാൻ വേറൊരു ഭംഗി തന്നെയായി. നേരെ കാണുമ്പോൾ നമുക്കതിൻ്റെ ഫീല് കിട്ടുന്നുണ്ട്. അതിലേക്ക് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന വുഡൻ ഷെയ്ഡ് വരുന്ന ലാമിനേറ്റ്സ് ആണ്. അത് ഇതാ ഇങ്ങോട്ടൊക്കെ വന്നിരിക്കുകയാണ്. പക്ഷെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ എഡ്ജസ് എല്ലാം ഗോൾഡൻ ആയിട്ടുള്ള ഫ്രെയിം കൂടെ കൊടുത്തപ്പോൾ ഒരു റിച്ച് ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഹുബൻ ഹുഡ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ക്രോക്കറി ഷെൽഫിൽ ഗ്ലാസ്സിൽ ഇതാ ലൈറ്റ് കൂടെ കൊടുത്തപ്പോൾ അത് ഹൈലൈറ്റ് ആയി. ഇങ്ങോട്ട് അഡീഷണൽ ആയിട്ടുള്ള വെനീഷ്യൻ പ്ലെയിൻസ് കൊടുത്തു. അതുപോലെ ഇതാ നല്ലൊരു സിങ്ക് കൊടുത്തു. ഇവിടെയും സ്റ്റോറേജ് ചെയ്തു. മാക്സിമം സ്റ്റോറേജുകൾ ഉണ്ടെങ്കിൽ കൂടി അഡീഷണൽ ഒരു സ്റ്റോറേജ് റൂമും കൂടി ഈ ഒരു വീട്ടിലുണ്ട്. പിന്നെ അഡീഷണൽ ഒരു കുക്കിംഗ് കിച്ചണും പുറത്തുണ്ട്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സ്റ്റെയർ ഏരിയ ആണ്, ഗ്രാൻഡാണ്. അതിലേക്ക് ഈ ലൈറ്റ് ഒരു വ്യത്യസ്തത തോന്നി. അതുപോലെ ആർട്ട് വർക്കും വ്യത്യസ്തത തോന്നി. നമ്മൾ ഒരു വീട്ടിൽ ആർട്ട് വർക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഏരിയനെ അബ്സ്ട്രാക്റ്റ് ആക്കാൻ ഇതുപോലെ അബ്സ്ട്രാക്റ്റ് ആർട്ട് വർക്ക്, മോഡേൺ ആർട്ട് വർക്കിനൊക്കെ സാധിക്കും കേട്ടോ. സ്റ്റെയർ ഏരിയ നേരെ കയറി വന്നു കഴിഞ്ഞാൽ സെമി ഇറ്റാലിയൻ മാർബിൾ നമുക്ക് ഫ്ലോറിൽ കാണാം. ഒരു വലിയ ഹാളാണ്. അതുപോലെ ഈ ഒരു ഏരിയയിൽ സീലിങ്ങിൽ കുറച്ച് കൗലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും സിമ്പിളായിട്ടുള്ള 2 സീറ്റുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. TV ഏരിയ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അട്രാക്റ്റീവായ ഒരു കാര്യം കാണിക്കാം. സാധാരണ ബെഡ്റൂമിലൊന്നും നമ്മൾ കണ്ടുവരാത്ത ഒരു ഗ്രാൻഡ് ബെഡ്റൂം സെറ്റ് ചെയ്യാറില്ലേ, നമുക്ക് അങ്ങനെ ഒരു ഗ്രാൻഡ് ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ഭംഗിയില്ലേ, അടിപൊളിയായിട്ടുള്ള ബെഡ്റൂമാണ്. അതിൽ നല്ലൊരു ബെഡ് കോട്ട് പ്ലേസ് ചെയ്തതിനപ്പുറം ഇവിടെ നല്ലൊരു സിറ്റിങ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ലൊരു ലൈറ്റ് മൂഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാർപ്പറ്റ് ഒരു പർപ്പിൾ കളർ സ്കീമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ വോളിൽ ടൈല് കൊണ്ട് ഒരു ഗ്രീൻ ടച്ചും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗോൾഡൻ ഷെയ്ഡുകൾ വന്നു. അതുപോലെ വെറൈറ്റി ലാംപ്സ് വന്നു. സൈഡ് ടേബിൾ വ്യത്യസ്തമാണ്. അതുപോലെ ഈ ഒരു ഹെഡ് ബോർഡും വ്യത്യസ്തമാണ്, ലെതറിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നി. അതുപോലെ ഓരോ ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ആർട്ട് വർക്കുകൾക്കും ഡിഫറൻസ് ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, കുറച്ചും കൂടി ക്യൂട്ടാണ്. ഓരോ സ്കീമിനും മാച്ച് ചെയ്യുന്ന പില്ലോസ് ആണെങ്കിലും മിററുകളാണെങ്കിലും ഒക്കെ വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഈ ഒരു വലിയ ബെഡ്റൂമിൻ്റെ ഈ ഒരു സൈഡിലേക്കാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയുടെ അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അത്യാവശ്യം വലിയ ടോയ്ലറ്റ് തന്നെയാണ്. പിന്നെ ഇങ്ങോട്ടാണ് ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തത്. അതായത് വാർഡ്രോബ് ഏരിയ ഈ ഒരു ഏരിയ മുഴുവനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗ്ലാസും അതുപോലെ ഒരു ഗ്ലോസി മൈക്ക വരുന്ന രീതിയിലുള്ള വാർഡ്രോബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഗ്രീൻ കളറുള്ള വലിയ കേർട്ടൻസ് കാണാം. അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വുഡൻ പ്ലങ്സുള്ള ഒരു ബാൽക്കണിയും കാണാം. അങ്ങനെയാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. സീലിങ്ങിലൊരു വ്യത്യസ്തത വരുന്നുണ്ട്. കാരണം ഡ്രസ്സൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണല്ലോ, നമുക്ക് ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ വേണമല്ലോ. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ മറ്റൊരു സ്പെഷ്യൽ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. എന്താ ഡിസൈനില്ല, ഒരു കർവ് ഡിസൈനാണ് ഇവിടെ ഹെഡ് വോളിൽ ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ പെയിൻറ്റ് ചെയ്ത ഈ ഒരു വോളിനെ ഇതുപോലെ ഒരു ട്യൂബ്, ഒരു ടെസ്റ്റ് ട്യൂബ് ഇവിടെ കൊടുത്തെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിന് കർവ് ചെയ്ത് കട്ട് ചെയ്തിരിക്കുകയാണ്. PVC ബോർഡിൽ ചെയ്ത് ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിട്ടാണ് ഇതിനെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നല്ല ലൈറ്റും കൂടെ കൊടുത്തപ്പോൾ അടിപൊളിയായിട്ടോ. ഈ ഒരു സ്കീം എന്ന് പറയുമ്പോൾ ഫ്ലോറിൽ ഗ്രേ കളറാണ്. അതുപോലെ മേലേക്ക് വരുമ്പോൾ വുഡൻ ടച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ബേജ് കളർ സ്കീമിലാണ് മുഴുവനായിട്ട് വന്നിരിക്കുന്നത്. ഒരു ബ്രൗൺ ലെതർ
ഫർണിച്ചർ അല്ലെങ്കിൽ ഒരു ബെഡ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബേജ് കളറിലെ വലിയ കേർട്ടൻസ് കൊടുത്തു. ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിൻഡോകൾ വന്നു. വാർഡ്രോബ് ഒരു സൈഡിലേക്ക് മാറി, അതുപോലെ ടോയ്ലറ്റ് ഒരു സൈഡിലേക്ക് മാറി. ഒരു വീട് ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധാരണ രീതി വീട് വെറുതെ ചെയ്യാതെ ഡിസൈനർ ടച്ചിൽ ചെയ്യാമെന്നാണ് നമ്മളെപ്പോഴും പറയുക. അങ്ങനെയുള്ള വീടുകളാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തുന്നത്. D.Architectsൻ്റെ നാജിം അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്ത ഒരു വീട് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള അടിപൊളി വീടുകൾ നമ്മുടെ പേജിൽ ഒരുപാടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ഇതുപോലെ വീടുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ ഒരു എനർജി കിട്ടുന്നത്. അതുകൊണ്ട് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സപ്പോർട്ട് ചെയ്ത്, പോസിറ്റീവ് കമൻസും കൂടെ പോസ്റ്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.